അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, ഇന്നത്തെ സംഭവവികാസങ്ങൾ രാഹുലും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുന്നില്ല, നാളെ കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. എന്താണ് പ്രതികരണം? അങ്ങനെയല്ലേ ഒരു സർക്കാർ നിലപാടെടുക്കേണ്ടത്? രഞ്ജിനിയെ പോലെ വളരെ പ്രമുഖമായ പല വിഷയങ്ങളിലും നല്ല നിലപാടെടുക്കുന്ന അടിസ്ഥാനപരമായ നിയമപരിജ്ഞാനം കൂടിയുള്ള ഒരു വ്യക്തി അവരുടെ മൊഴിയടക്കം എങ്ങനെയാണ് രേഖപ്പെടുത്തിയെന്ന് അറിയാനുള്ള ആശങ്കയിൽ കോടതിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതുകൂടെ കേൾക്കാനല്ലേ ഏത് സർക്കാരിനും ഒരു മനസ്സുണ്ടാവും. പക്ഷേ നിലവിൽ ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഉത്തരവ് സർക്കാരിന് കേൾക്കാൻ പറ്റാത്തത് എന്താണ്? അല്ല, അവിടെയാണ് ഒരു പ്രത്യേക തടസ്സവാദവും അല്ലെങ്കിൽ മറ്റൊരു ഹർജി വന്നാൽ അതുകൂടി പരിഗണിക്കാനുള്ള ഉത്തരവാദിത്തം ഇല്ലേ? ഇതിന്റെ പിന്നിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയൊന്നുമില്ല. അത് പരിഗണിച്ച ശേഷം മതി ഇത് പുറത്തുവിടൽ എന്ന് കോടതി പറഞ്ഞിട്ടില്ലെന്നേ. ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ സർക്കാരിന് അങ്ങനെ ഒരു സമീപനം എടുക്കാമല്ലോ. കാര്യം ഒരാൾ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യില്ലേ, സർക്കാരിന് അങ്ങനെ സർക്കാർ ഇത് കോംപ്രിഹെൻസീവ് ആയിട്ട് ചെയ്യാനല്ലേ. രണ്ട് കാര്യം കൂടെ, ഒന്ന് അജിത മാഡം പറയുന്നതിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ, ഒന്ന് ഇത് കമ്മീഷൻ അല്ല, ഇതൊരു കമ്മിറ്റിയാണ്. കമ്മീഷൻ അത്രയും വിപുലമായ അധികാരങ്ങളില്ല. പക്ഷെ കമ്മിറ്റി ആട്ടെ, കമ്മിറ്റിക്ക് സ്വദേശപരമായ പല കാര്യങ്ങളും കണ്ടെത്തി അതിലൊരു ആക്ഷൻ ടേക്കൺ വേണം, അതിൽ തീർച്ചയായും നടപടികൾ ഉണ്ടാകണം. അതിനോടൊക്കെ ആർക്കും വിയോജിപ്പില്ല. പക്ഷേ ഒന്ന്, സ്വകാര്യത ആരെയും ലംഘിക്കരുത്, ഇത് ആരെയും കരിവാരിത്തേക്കാനുള്ള ഒരു മെക്കാനിസം ആകരുത്. അതിന്റെ ചെക്സ് ആൻഡ് ബാലൻസസ് വേണം. ഈ 61 62 പേർ അവർ മൊഴി കൊടുത്തിട്ടുണ്ട്, അവർക്ക് അത് ദോഷകരമായി ബാധിക്കരുത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ആശങ്കകൾ ഉണ്ടാവില്ലേ? അവിടെയാണ് ഇന്നത്തെ സജി ചെറിയാൻ മന്ത്രിയുടെ സമീപനം വളരെ സ്വാഗതാർഹമാണ്. അദ്ദേഹം പല മാധ്യമങ്ങളോട് സംസാരിച്ച് ഞാൻ മുഴുവനായിരുന്നു കണ്ടു. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മീഡിയക്കാരൻ ചോദിക്കുന്നതിന് മറുപടിയായി, ഏത് ബിംബം ഉടയാനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം ഒക്ടോബറിൽ ഒരു വലിയ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചു, അതിന്റെ ഡേറ്റ് തീരുമാനിച്ചു. കൊച്ചിയിലാണെന്ന് പറഞ്ഞു. സ്ത്രീപക്ഷ സംഘടനകളെയും സിനിമാ സംഘടനയും ഒരുമിച്ചിരുത്തി ഒരു പ്രശ്നപരിഹാര സമവായത്തിലേക്കും സമന്വയത്തിലേക്കും എത്താനല്ലേ ഏതൊരു സർക്കാരിനും കഴിയൂ. ഇടത് ഗവൺമെന്റ് വളരെ അവധാനതയോടുകൂടി ഇത് ചെയ്യുമ്പോൾ അവരെ അധിക്ഷേപിക്കാനും അവരെന്തോ മറച്ചു വെക്കാനും നോക്കുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? എനിക്ക് രാഷ്ട്രീയപരമായി പൂർണ്ണമായ വിയോജിപ്പാണ്. പക്ഷേ ഇത്രയും ഒരു എക്സ്പ്ലോസീവായ വിഷയത്തെ സെൻസിബിൾ ആയിട്ടല്ലേ പിണറായി വിജയന്റെ സർക്കാർ കൈകാര്യം ചെയ്തത്? അതിനെ പോസിറ്റീവായി കാണുകയല്ലേ? ഇപ്പം കോടതിയുടെ ഇടപെടൽ ഉണ്ടായി, വിവരാവകാശ കമ്മീഷൻ ഉണ്ടായി, ഇനി ഒക്ടോബറിൽ കോൺക്ലേവ് ഉണ്ടാകും. എന്തൊക്കെയാണ് ഫൈൻഡിങ്സ് എന്ന് നമ്മൾ അറിയും. അതിന്റെ മേളിൽ ഒരു ആക്ഷൻ ഉണ്ടാകും, നിയമനിർമ്മാണം ഉണ്ടാകും, ഹെൽപ്പ് ലൈൻ ഉണ്ടാകാം, ട്രൈബ്യൂണൽ ഉണ്ടാകാം, ബാക്കി പ്രശ്നം ഉണ്ടാകാം. ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയല്ലേ പോകാൻ കഴിയും. റിപ്പോർട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന് ഹൈക്കോടതി പറയുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ? അല്ല, പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്ന കോടതി പറയുമ്പോൾ അതിൽ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയുള്ള വ്യക്തിഹത്യ നടത്തുന്ന വിഷയങ്ങളെടുത്ത് സമൂഹം ചർച്ച ചെയ്യട്ടെ എന്ന് കോടതി പറയുമോ? ഇല്ലല്ലോ. ഇന്ന താരങ്ങൾ ഇന്ന സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നതാണ് ആ റിപ്പോർട്ടിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആ രൂപത്തിൽ പേരെഴുതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാകില്ല, സ്വകാര്യത മാനിച്ചിട്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരിൽ നിന്നും മൊഴി പോലും എടുത്തിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഈ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന ഭയം വരുന്നത്? ഇവിടെയാണ് രഞ്ജിനിയുടെ നടപടി സംശയിക്കുന്നത്. ഇവിടെയാണ് സജി പാറയിലിന്റെ തുടർച്ചയാണോ രഞ്ജിനി എന്ന സംശയം ഉയരുന്നത്. അവരുടെ ജീവിതത്തെയും ഉപജീവനത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് മലയാളം മാത്രമല്ല, തമിഴ്, ഹിന്ദി ഇൻഡസ്ട്രിയിൽ അടക്കം അടുത്ത സുഹൃത്തുക്കളും സുഹൃത്തുക്കളെയും ഉള്ളതാണ്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അവരെക്കാട്ടിയൊക്കെ ഫാർ ബെറ്റർ ആണ്. ബാക്കി ഇൻഡസ്ട്രി മോശമാണെന്ന അർത്ഥത്തിലല്ല, കുറെ കൂടി ഒരു കുടുംബം പോലെയാണ്. അമ്മ പോലെ വലിയൊരു സംഘടനയുണ്ട്, എല്ലാവരെയും അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചില്ലറ പ്രശ്നങ്ങൾ കാണും, ഏത് കുടുംബത്തിലും ഉള്ളതുപോലെ. പക്ഷേ വിശാല അർത്ഥത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയെ ഒരുമിച്ച് നിർത്താൻ, ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ എടുത്തു നോക്കിയാൽ സംഘടനകൾ തമ്മിൽ യുദ്ധം പോലും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചേരിതിരിഞ്ഞൊരു പ്രമുഖ നടനെ തല്ലുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ഇൻഡസ്ട്രി നോക്കൂ, ഒരു കുടുംബത്തെ പോലെ ഈ കൊച്ചു കേരളത്തിലെ സിനിമാ നടീ നടന്മാരെയും അഭിനയ മേഖലയിൽ നിൽക്കുന്നവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അമ്മയ്ക്കും ബാക്കിയുള്ള സംഘടനകൾക്കും കഴിയുന്നില്ലേ? അപ്പൊ ഇവരുടെ പോസിറ്റീവ് കാണാതെ ഇവർ മുഴുവൻ മോശക്കാരാണ്, ഇതൊരു അധോലോക പ്രവൃത്തിയാണ് എന്ന രീതിയിൽ പലരും ചിത്രീകരിക്കുന്നതിന് സിനിമാ മേഖലയിലുള്ളവർക്ക് ആശങ്കയുണ്ട്. ഈ മൊഴികൾ പറഞ്ഞവർക്ക് തന്നെ ആശങ്കകളുണ്ട്. അപ്പൊ അവരുടെ ആശങ്കകളെല്ലാം എടുക്കണം. ഏറ്റവും പ്രധാനം ഫോക്കസ് ഫ്യൂച്ചറിലേക്കായിരിക്കണം, പാസ്റ്റിലേക്കായിരുന്നു. ഭാവി നോക്കിയായിരിക്കണം, ഭൂതകാലം നോക്കിയായിരിക്കരുത്. ഭാവിയിൽ നടപടികൾ എന്തൊക്കെ ഉണ്ടാകണം, ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ഇനിയും എന്തൊക്കെ നിയമനിർമ്മാണം ഉണ്ടാകണം, ഹെൽപ്പ് ലൈൻ അടക്കമുള്ള കാര്യങ്ങൾ വേണം, ട്രൈബ്യൂണൽ വേണം. ഇത്തരം പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് പോകാൻ കൊച്ചിയിൽ ഒക്ടോബറിൽ ഒരു കോൺക്ലേവിന്റെ ഡേറ്റ് തന്നെ മന്ത്രി തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ സജി ചെറിയാന്റെ ഇടപെടലും നിലപാടുകളും വളരെ സ്വാഗതാർഹമാണ്. അപ്പൊ ആ മന്ത്രിയെ വിശ്വസിക്കാതെ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് എന്താ അർത്ഥം? മന്ത്രിയെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. കാരണം റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ സാംസ്കാരിക വകുപ്പിനെ മാധ്യമങ്ങൾ തന്നെ സമീപിച്ചതാണ്. അതിലെ ഇക്കിളി വാർത്ത കിട്ടാനല്ല, ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് ഒരു കമ്മിറ്റിയെ വെക്കുമ്പോൾ ആ കമ്മിറ്റിയെ വെക്കുന്നതിന് പിന്നിലൊരു കാര്യമുണ്ടല്ലോ, അതിന്മേൽ എന്ത് നടപടി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. 1,06,00,000 ചെലവഴിച്ച് ഒരു കമ്മിറ്റിയെ വെച്ച് പഠനം നടത്തി മൊഴികളെടുത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അത് പൊതുജനം അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം വന്നത്. സഭയിലും ഈ കാര്യം പറയുമ്പോൾ ചർച്ച ചെയ്യുന്നു, സഭയുടെ മേശപ്പുറത്ത് വെക്കും എന്നതടക്കമുള്ള മറുപടികൾ, നിയമനിർമ്മാണം നടത്തും എന്ന അടക്കമുള്ള മറുപടികൾ അന്ന് മന്ത്രി നൽകിയിരുന്നതാണ്. അപ്പോഴാണ് ഇന്നത്തെ പ്രതികരണമായി എന്തിനാണ് ഈ വെപ്രാളം എന്ന ചോദ്യം വരുന്നത്.
പറയുന്നത്. ഈ എന്തിനാണ് ഈ വെപ്രാളം എന്ന് ഇന്ന് ചോദിക്കുന്നു. മുൻപ് ഈ വിഷയം ചോദിച്ചപ്പോൾ ആർക്കാണ് ഇത്ര ധൃതി എന്നും ചോദിച്ചിരുന്നു. ധൃതിയുണ്ട്. മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് അവരുടെ അന്തസ്സ് കാക്കാനുള്ള നിയമം വരണമെന്നുള്ള ധൃതി അവരെ സംബന്ധിച്ചുണ്ട്. പക്ഷേ പുറം ലോകത്ത് അത് ആഗ്രഹിക്കാത്ത, സിനിമാ ലോകത്തിനകത്ത് അത് ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്.